കുടുംബ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയ ഒരു കുടുംബ കാഴ്ചയിലേക്ക് പോകാം. ഇതാ അപ്പച്ചാ ചായ. പത്രം തുറന്നാലിപ്പോൾ വേണ്ടാത്ത വാർത്തകളെ വായിക്കാനുള്ളൂ. കൊലപാതകം, അഴിമതി, തട്ടിപ്പ്, ഡിവോഴ്സ്, പീഡനങ്ങൾ. എന്തൊരു കാലഘട്ടമായത്. പണ്ടൊന്നും ഇത്രയ്ക്കില്ലായിരുന്നു. ഇത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ അപ്പച്ച. ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് നമ്മുടെ മോടെ അടുത്തേക്ക് പോകണ്ടേ? മനു ഒന്ന് ഗൾഫിലേക്ക് മടങ്ങിപ്പോകുന്ന ദിവസമല്ലേ? മോള് വിളിച്ചപ്പോൾ നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞതല്ലേ? മോള് സങ്കടത്തിലാ. അവള് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കട്ടെ. മോൻ പോയതിന്റെ സങ്കടമൊക്കെ മാറിയിട്ട് അവളെ തിരിച്ചുവിട്ടാൽ മതി. അതിനവൻ്റെ അമ്മ സമ്മതിക്കുവോ? അവരവിടെ ഒറ്റയ്ക്കല്ലേ? നമുക്ക് പോയി സംസാരിച്ചു നോക്കാം. ഓ, പിന്നെന്താ അവര് സമ്മതിക്കാതിരിക്കാൻ? അവള് നമ്മുടെ മോളല്ലേ. സംസാരിച്ച് സമയം കളയണ്ട, നമുക്ക് വേഗം പോകാൻ നോക്കാം. മോളല്ലേ അത്? അലീസേ, നീങ്ങു വന്നേ. നീ എന്താ മോളെ ഈ നേരത്തെ ഇങ്ങോട്ട്? ഞങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നല്ലോ. മനു ഇന്നല്ലേ ഗൾഫിലേക്ക് പോകുന്നത്. എന്താ മോളെ പ്രശ്നം? അയാൾ ചതിയനാണമ്മേ. അയാൾ നമ്മളെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു. എന്റെ മാതാവേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? അവന് വേറെ പെണ്ണും പടക്കോഴിയൊക്കെ ഉണ്ടെന്നോ? അതായിരുന്നു ഇതിലും ഭേദം. എന്താ മോളെ? മോളെ, നീ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. മനു ഇനി പോകുന്നില്ല. കല്യാണത്തിന് മുൻപ് അമേരിക്കൻ കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടർ ആണെന്ന് പറഞ്ഞ് പറ്റിക്കുമായിരുന്നു. ആരാ? നമ്മുടെ മനുവോ? കർത്താവേ, എന്റെ മകളുടെ ഭാവി. അപ്പോ അവൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു അല്ലേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ എനിക്ക് അമേരിക്കൻ കമ്പനി ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് നമ്മളെ കബളിപ്പിക്കുമായിരുന്നു. എനിക്കിനി അയാളുടെ കൂടെ ജീവിക്കണ്ട. എന്റെ ഈശോയെ, എന്റെ കുഞ്ഞിന് ഇതിലൊന്നും ഇവിടെ വരുത്തരുതേ. സാരമല്ല മോളെ, സമാധാനിക്ക്. വാ. ഇപ്പോൾ നിങ്ങൾ കണ്ട കുടുംബ കാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആ കുടുംബ ദൃശ്യത്തിലെ അപ്പനും അമ്മയും എത്ര വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മകളെ വിവാഹ ജീവിതത്തിലേക്ക് നയിച്ചത്. ആ മാതാപിതാക്കൾക്ക് മാത്രമല്ല, ആ മകൾക്കും വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ അസ്തമിക്കാൻ കാരണമായതെന്താണ്? ആ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട വ്യക്തികൾ പുലർത്തേണ്ടുന്ന സത്യസന്ധത പുലർത്തിയില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രമല്ല, ഇന്ന് വിവാഹ ജീവിതം പ്രതീക്ഷയോടുകൂടെ ആരംഭിക്കുന്നുണ്ടെങ്കിലും സഭ ആഗ്രഹിക്കാത്ത വിധത്തിൽ, മാതാപിതാക്കൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ, വിവാഹത്തിലേക്ക് കടന്നു വരുന്ന യുവജനങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ അത് വിവാഹമോചനത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഒട്ടേറെ കാരണങ്ങളുണ്ട്. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള കാരണങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നതിന് ശ്രദ്ധിക്കാം. പ്രതീക്ഷയോടുകൂടെ ആരംഭിക്കുന്ന വിവാഹ ജീവിതം വിവാഹമോചനത്തിലേക്ക് പോകുന്നതിന് ഒന്നാമത്തെ കാരണം വിവാഹത്തിന് വിളിയില്ലാത്ത ആളുകൾ ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് വരുന്നു എന്നതാണ്. ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം
ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ വിവാഹ ജീവിതം, കുടുംബജീവിതം നയിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് യോഗ്യതയുണ്ടാകും. ഇത്തരത്തിൽ തൻ്റെ മകന്, മകൾക്ക് വിവാഹ ജീവിതം നയിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതും അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പോകുവാനുള്ള NOC കൊടുക്കേണ്ടതുമായ വ്യക്തികൾ മറ്റാരുമല്ല, അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ പൗരോഹിത്യ പരിശീലന കാലത്തെക്കുറിച്ച് ഓർക്കും. പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പോകാനായി ഞാൻ തീരുമാനമെടുത്തത് എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴാണ്. 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ സെമിനാരിയിലേക്ക് പോയി ആ പഠനം നടത്താനായിട്ട് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എല്ലാവരും സമ്മതം മൂളിയെങ്കിലും എൻ്റെ അച്ചായൻ എന്നോട് പറഞ്ഞു, പോകാൻ വരട്ടെ. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഏറെ വിഷമിപ്പിച്ചു. അക്ഷരാർത്ഥത്തിൽ ഞാൻ കരയുക തന്നെ ചെയ്തു. പക്ഷേ അന്ന് എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന സഹോദരങ്ങളും ബന്ധുജനങ്ങളും ഒക്കെ എന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ അച്ചായൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയി. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ എന്നെ സെമിനാരിയിലേക്ക് പറഞ്ഞയക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, 1 വർഷം കൂടെ എൻ്റെ കൂടെ നിന്നിട്ട് നീ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യനാണെന്ന് എനിക്ക് തോന്നിയാൽ പറഞ്ഞയക്കാം. എൻ്റെ അപ്പൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ ഞാൻ എൻ്റെ അപ്പനെ പുകഴ്ത്തുകയാണ്. കാരണം തൻ്റെ മകൻ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പോയാൽ ആ പൗരോഹിത്യ ജീവിതത്തിൽ അവൻ വിജയകരമായി മുന്നേറും എന്ന് എൻ്റെ അപ്പൻ ഉറപ്പ് കിട്ടിയപ്പോഴാണ് എന്നെ സെമിനാരി ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചത്. എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പോകാൻ എനിക്ക് ആദ്യത്തെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് NOC നൽകിയത് എൻ്റെ അപ്പനാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ യോഗ്യരാണ് എന്നതിൻ്റെ ആദ്യത്തെ NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അവർക്ക് നൽകേണ്ടത് അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ യുവജനങ്ങൾക്ക് NOC നൽകേണ്ടത് 2ാമത്തെ തലത്തിൽ മാത്രമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, പ്രത്യേകിച്ച് മാതാപിതാക്കളോട്, നിങ്ങളുടെ മക്കളെ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കാനായി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ, എൻ്റെ മകൻ, എൻ്റെ മകൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കുടുംബ ജീവിതം നയിക്കാൻ യോഗ്യയാണ് എന്ന്? ഇത്തരത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ വിവാഹ ജീവിതത്തിലൂടെ കടന്നുപോയി കുടുംബജീവിതം നന്നായി നയിക്കാൻ യോഗ്യരാണെന്ന് മാതാപിതാക്കൾ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അത് വലിയൊരു ഉറപ്പാണ്. ഇന്ന് പല വിവാഹങ്ങളും വിവാഹമോചനത്തിലേക്ക് പോകുന്നതിന് 2ാമതൊരു കാരണം അന്വേഷണത്തിലുള്ള പിഴവാണ്. നാം മുമ്പേ കണ്ട ആ ദൃശ്യവും വ്യക്തമാക്കുന്ന കാര്യം അതാണ്. തൻ്റെ മകൾക്ക് അനുയോജ്യനായ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനായി മാതാപിതാക്കൾ നടത്തിയ അന്വേഷണത്തിൽ തിരക്കുണ്ടായി, പിഴവുണ്ടായി. അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും തിരക്ക് കൂട്ടാൻ പാടില്ല. ഇന്നെനിക്ക് തോന്നുന്നു പല കാര്യങ്ങളിൽ എന്ന പോലെ തന്നെ ആളുകൾ വിവാഹത്തോട് ബന്ധപ്പെട്ട അന്വേഷണ കാര്യത്തിലും തിരക്ക് കൂട്ടാറുണ്ട്. തിരക്ക് കൂട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത്? ഏത് കാര്യത്തിലായാലും തിരക്ക് കൂട്ടിയാൽ അപകടം സംഭവിക്കും. ഞാൻ ഉദാഹരണം പറയാം. നന്നായി വാഹനം പഠിച്ച് ഓടിക്കുന്ന ഒരാൾ തിരക്ക് കൂട്ടുന്നു. വാഹനം ഓടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അപകടം സംഭവിക്കുന്നു. ഇതുപോലെ അടുത്ത കാലത്തായി വിവാഹ ജീവിതത്തിലേക്ക് കടന്നുപോയ പലരുടെയും ജീവിതത്തിൽ അപകടമുണ്ടായി. കാരണം വിവാഹത്തോട് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അവരോട് ബന്ധപ്പെട്ട ആളുകൾ തിരക്ക് കൂട്ടി.
വിവാഹ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അത് ഒന്നേ ഉള്ളൂ, ആവർത്തിക്കാൻ പറ്റുന്നതല്ല. ജീവിതത്തിൽ ഒന്ന് മാത്രമുള്ള ഈ വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ എത്ര കണ്ട് ശ്രദ്ധയോടെ ഈ വിവാഹ ജീവിതത്തോട് ബന്ധപ്പെട്ട ആളുകൾ, മാതാപിതാക്കൾ ഉൾപ്പെടെ അന്വേഷണം നടത്തേണ്ടതാണ്. ഇത്തരത്തിൽ ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് ഈ കുട്ടികളെയും മറ്റും കേരളത്തിന് പുറത്ത് ഹോസ്റ്റലുകളിൽ നിർത്തി പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ്. നിങ്ങളൊക്കെ അത്തരത്തിൽ നിങ്ങളുടെ മക്കളെ പുറത്ത് ഹോസ്റ്റലുകളിൽ നിർത്തി മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹോസ്റ്റലിൽ മകനെ മകളെ നിർത്താൻ പറ്റുമോ എന്ന് നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കില്ലേ? ഈ ഹോസ്റ്റലിൽ അവനെയോ അവളെയോ നിർത്തി പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് തോന്നുന്നു അത്ര പന്തിയായ സാഹചര്യമല്ല അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോവാം. പക്ഷേ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. അന്വേഷണത്തിൽ തിരക്ക് കൂട്ടിയത് കൊണ്ട്, പിഴവുണ്ടായത് കൊണ്ട് ഈ മകനെയോ മകളെയോ പെട്ടെന്ന് ഇഷ്ടം പോലെ വിവാഹ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റുകയില്ല. അതുകൊണ്ട് വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അന്വേഷിക്കുന്ന ആളുകൾ കാര്യഗൗരവത്തോടെ അന്വേഷണം നടത്തണം. ഇത് പറയുമ്പോൾ വരനെക്കുറിച്ചോ വധുവിനെക്കുറിച്ചോ അവർ തന്നെയോ അവരുടെ ബന്ധുക്കളോ അല്ലെ ഇടനിലക്കാരോ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കണം. നിങ്ങളുടെ മകനെയോ മകളെയോ വിവാഹത്തിലേക്ക് നയിക്കുമ്പോൾ മറ്റേ കൂട്ടർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ മാതാപിതാക്കളായ നിങ്ങൾക്കില്ലേ? ഇതിനോട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയുന്നത്, വിവാഹത്തോട് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തിരക്ക് കൂട്ടുന്ന ആരെയും നിങ്ങൾ ഉൾക്കൊള്ളിക്കരുത്. ചില ആളുകളുണ്ട് കാര്യം നടത്തിപ്പുകാരാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടപെടൽ മൂലം ഈ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടന്നു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടും. തിരക്ക് കൂട്ടിയാൽ തീർച്ചയായും അപകടത്തിലേക്ക് ചെന്ന് ചാടുക തന്നെ ചെയ്യും. ഇനി വിവാഹത്തോട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോൾ ഈ തിരക്കൊക്കെ കൂട്ടാതെ അനുയോജ്യമായ തീരുമാനമെടുക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാപൂർവം ആ ഒരുക്കം നടത്താൻ സാധിക്കും. പ്രാർത്ഥനാപൂർവ്വം അത്തരത്തിൽ ഒരുക്കം നടത്തി മക്കളെ നല്ല വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് നമുക്കുണ്ട്. എന്തിനാ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുന്നത്? ഈ അപ്പനും അമ്മയും ഈ മകൾക്ക് വേണ്ടി മകന് വേണ്ടി വിവാഹാലോചന നടത്തുമ്പോൾ അവർക്ക് ഈ മകനെക്കുറിച്ച് മകളെക്കുറിച്ച് ഒരാലോചനയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനു മുൻപ് ഈ മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ദൈവത്തിനൊരാലോചനയില്ലേ? ദൈവത്തിനൊരു പദ്ധതിയില്ലേ? ഈ ആലോചനയും പദ്ധതിയും മനസ്സിലാക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കാൻ സാധിക്കേണ്ടതല്ലേ? ഈ ആലോചനയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അതിന് മാതൃക ഈശോ തന്നെയാണ്. സുവിശേഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈശോ പോകുന്നതിന് മുൻപ് നീണ്ട നേരം പ്രാർത്ഥിക്കുകയാണ്. പിതാവിനോട് ആലോചന ചോദിക്കുക. ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അവൻ മലയിലേക്ക് പോയി നീണ്ട നേരം പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. തൻ്റെ ജീവിതയാഗം അർപ്പിക്കുന്നതിന് മുൻപ് അവിടുന്ന് നീണ്ട ദിനങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുന്നതായി നമ്മൾ കാണുന്നു. തൻ്റെ ഒരു മകനെ, തൻ്റെ ഒരു മകളെ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കാൻ അപ്പൻ അമ്മ തീരുമാനമെടുത്ത് നീങ്ങുമ്പോൾ അവനും അവൾക്കും യഥാർത്ഥത്തിൽ ജന്മം കൊടുത്ത ദൈവത്തോട് പ്രാർത്ഥനാപൂർവം ആലോചന നടത്താൻ സാധിക്കണം. വിവാഹത്തോട് ബന്ധപ്പെട്ട ആലോചനകൾ നടത്തുമ്പോൾ പ്രാർത്ഥനയിലുള്ള ഒരുക്കക്കുറവ് ഇന്ന് ഏറെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇനി വിവാഹത്തിൻ്റെ ആലോചനയിലേക്ക് പോകുമ്പോൾ ഒരപ്പനും അമ്മയും അല്ലെങ്കിൽ യുവജനങ്ങളുടെ ബന്ധുജനങ്ങൾ നടത്തേണ്ടുന്ന ആദ്യത്തെ അന്വേഷണം എന്ന് പറയുന്നത് കുടുംബ സാഹചര്യത്തിൻ്റെ അന്വേഷണമാണ്. ഒരു കുടുംബത്തിലെ മകനെയോ മകളെയോ വിവാഹ ബന്ധത്തിലൂടെ മരുമകനോ മരുമകളോ ഒക്കെ ആക്കാൻ പോകുമ്പോൾ
ആ ആളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്നതിനപ്പുറത്ത് ആദ്യം ആ കുടുംബത്തിൻ്റെ ചുറ്റുപാട് അന്വേഷിക്കാൻ സാധിക്കണം. ഇത് പറയുമ്പോൾ പഴമക്കാരുടെ ശൈലി ഞാൻ ഓർക്കും. അവരെന്താ ചെയ്തിരുന്നത്? നമുക്ക് ബന്ധുത കൂടാൻ പറ്റുന്ന കുടുംബമാണോ എന്ന് ആദ്യം ആലോചിക്കുമായിരുന്നു. ഇന്നെന്താ സംഭവിക്കുന്നത്? ഇൻ്റർനെറ്റ് വഴിയോ അല്ലാത്ത വഴികളിലോ ഒക്കെ ചെറുക്കൻ പെണ്ണിനെയും പെണ്ണ് ചെറുക്കനെയും ഒക്കെ കാണുക, എന്നിട്ടാണ് കുടുംബ സാഹചര്യങ്ങൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് പഴമക്കാരുടെ ഈ ഒരു മാതൃക നമുക്ക് അനുകരണീയമാണ്. ആദ്യം കുടുംബ സാഹചര്യം അന്വേഷിക്കാൻ സാധിക്കണം. കുടുംബ സാഹചര്യം അന്വേഷിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ വിവാഹം നടത്താൻ പറ്റുമോ എന്നുള്ള തീരുമാനത്തിലേക്ക് പോകാൻ സാധിക്കും. കുടുംബ സാഹചര്യം അന്വേഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സംസ്കാരമാണോ, നമ്മുടെ കുടുംബത്തിൽ നാം കൈമാറിപ്പോകുന്ന മൂല്യങ്ങൾ അവിടെയും കൈമാറിപ്പോകുന്നുണ്ടോ, പ്രാർത്ഥനാ ചൈതന്യമുള്ള കുടുംബമാണോ, നമുക്ക് ഒരിക്കലും ഒരു വിവാഹബന്ധം ആരംഭിക്കാൻ പറ്റാത്ത മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തികളുടെ കുടുംബമാണോ, കുടുംബ വഴക്കുള്ള കുടുംബമാണോ, മാതാപിതാക്കളെ ആദരിക്കുന്ന കുടുംബമാണോ, സ്വത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കേസും ഒക്കെ വെച്ച് പുലർത്തുന്ന കുടുംബമാണോ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഒരച്ചിൽ നിന്ന് വരുന്ന ഒരു സാധനം തീർച്ചയായിട്ടും ആ അച്ഛനെ ആശ്രയിച്ചായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കുടുംബം വ്യക്തികളെ രൂപപ്പെടുത്തുന്ന അച്ഛാണെങ്കിൽ ഈ മൂല്യങ്ങളൊക്കെ ഉള്ള കുടുംബത്തിൽ നിന്ന്, ഇതുപോലെ നന്മയുള്ള കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഇങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് മകനെയും മകളെയും നയിക്കുമ്പോൾ ഈ ചെറുക്കനെക്കുറിച്ച് പെണ്ണിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലം നാം അന്വേഷിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ബന്ധുത കൂടാൻ പറ്റുന്ന കുടുംബമാണോ എന്ന് വ്യക്തമായി നാം അറിയുക തന്നെ ചെയ്യണം. ഇതിനോട് ബന്ധപ്പെട്ട് നാം ആരംഭത്തിൽ കണ്ട ദൃശ്യത്തോടും ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, വിവാഹത്തോട് ബന്ധപ്പെട്ട് നാം ആരെയും ചതിക്കരുത്, നാം ചതിക്കപ്പെടരുത് എന്നാണ്. എന്താണ് ചതി? വിവാഹത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവതരമായ ന്യൂനതകൾ മറച്ചു വയ്ക്കുന്നത്, ഈ വ്യക്തിയിൽ ഉള്ള ന്യൂനതകൾ മറച്ചു വയ്ക്കുന്നത്, ഇല്ലാത്ത മേന്മകൾ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് ജോലിയെ സംബന്ധിച്ചാവാം, ഡിഗ്രിയെ സംബന്ധിച്ചാവാം, ജോലിയുടെ ഉറപ്പിനെ സംബന്ധിച്ചാവാം, ഈ പെണ്ണിൻ്റെയോ ചെറുക്കൻ്റെയോ പേരിലുള്ള സ്വത്തിനെ സംബന്ധിച്ചാവാം, അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ചാവാം, ഈ വ്യക്തികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ സംബന്ധിച്ചാവാം. അതുകൊണ്ട് ഗൗരവതരമായ ന്യൂനതകൾ ഉണ്ടെങ്കിൽ പറയുക തന്നെ ചെയ്യണം. അതിന് കാരണം ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് വ്യക്തികളോ കുടുംബങ്ങളോ മാത്രമല്ല, ദൈവവും കൂടിയാണ് എന്നതുകൊണ്ടാണ്. വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വ്യക്തികൾ മാത്രമല്ലല്ലോ, ദൈവം അവിടെ ഇടപെടുന്നില്ലേ? അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി തന്നോട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഗൗരവതരമായ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്യസന്ധത പാലിക്കാതെ പോകുന്നത് ദൈവത്തെ തന്നെ വഞ്ചിക്കുന്നതിന് കാരണമായി തീരുകയാണ്. അതുകൊണ്ട് ഓരോ വിവാഹത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് വഞ്ചന കാണിക്കാതിരിക്കണം, ദൈവത്തെ ഓർത്ത് ചതിക്കാതിരിക്കണം. ഇങ്ങനെ വിവാഹത്തോട് ബന്ധപ്പെട്ട ചതി നടത്തിയാൽ അതിന് പരിഹാരമൊന്നുമില്ല. കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പരിഹാരം ഉണ്ടാവുമോ? ഒരു കുടുംബത്തെയും ആ കുടുംബത്തോട് ബന്ധപ്പെട്ട വ്യക്തികളെയും അസന്തുഷ്ടിയിലേക്ക് നയിച്ചിട്ട് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? പരിഹരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പൂർവികർ മറ്റ് ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വാക്കുവ്യത്യാസം വരുത്തിയിരുന്നെങ്കിലും വിവാഹത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വാക്കുവ്യത്യാസം വരുത്തുകയില്ലായിരുന്നു. ഗൗരവതരമായ കാര്യങ്ങൾ അവർ മറച്ചു വയ്ക്കത്തില്ലായിരുന്നു. കാരണം ഇത് ദൈവ തിരുമുമ്പിൽ ചെയ്യുന്ന വലിയ പാതകമാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മക്കളുടെ എണ്ണം കുറഞ്ഞതോടുകൂടെ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ 1-2 മക്കളുള്ളത് കൊണ്ട്
നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി ഈ മകനോ മകൾക്കോ ന്യൂനതയുണ്ടെങ്കിൽ തന്നെയും അത് മറച്ചു വെച്ചിട്ട് പുറത്ത് പറയാതെ ഈ വിവാഹാലോചന മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് മാതൃക നൽകുന്ന ഒരു കുടുംബത്തെ നമുക്കിപ്പോൾ പരിചയപ്പെടുന്നതിന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോയി, റിക്കാർഡിക്കൽ പേര് സെബാസ്റ്റ്യൻ, വീട്ടുപേര് വേഴമ്പുതോട്ടത്തിൽ. ഇതെൻ്റെ ഭാര്യ വത്സമ്മ. ആധികാരികമായ പേര് ത്രേസ്യ, വീട്ടുപേര് പുളിക്കൽ, സ്ഥലം കൂരാച്ചുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷം പൂർത്തിയായി. 86 നവംബർ 16 കല്യാണം. ഞങ്ങൾക്ക് 2 മക്കൾ. മോളുടെ പേര് നീത, മോൻ്റെ പേര് നിതിൻ. ഈ കല്യാണം നടക്കുന്ന സമയത്ത് ഞാൻ കട്ടിപ്പാറ സ്കൂളിലായിരുന്നു ജോലി ചെയ്യുന്നത്, പ്യൂണായിട്ടായിരുന്നു ജോലി ചെയ്യുന്നത്. ഈ സമയത്ത് 85 വത്സ കട്ടിപ്പാറ സ്കൂളിലേക്ക് വരുന്നത്, ജോലിക്ക് പ്രവേശിക്കുന്നത്. 86 ഒക്ടോബർ ആകുമ്പോഴേക്കും ഇങ്ങനെ സാറ് ഡി ജോസഫ് സാറ് ഈ മാരേജുമായിട്ട് ഇതിനെപ്പറ്റി ഞങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് എനിക്ക് ഉത്തരം പറയാൻ പറ്റിയല്ല, ആലോചിച്ചിട്ട് കാരണവന്മാരുമായിട്ട് ആലോചിക്കട്ടെ. പിന്നെ ഞാൻ അന്ന് ടീച്ചറിനായിരുന്നു വിളിക്കുന്നത്, ടീച്ചറിന് താല്പര്യമാണോ അതും ചോദിച്ചു. അന്നേരം സാറ് പറഞ്ഞു അത് ഞാൻ സാറ് സംസാരിക്കാം, അത് വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചാൽ നിനക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ വീട്ടുകാരുമായിട്ട് സംസാരിക്കാം, 2 കൂട്ടരും വീട്ടുകാരുമായിട്ട് 2 പേരുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 86 ഒക്ടോബറിൽ ഈ സംസാരം നടന്ന് നവംബർ 16 ഞങ്ങളുടെ മാരേജ് നടന്നു. ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് കാരണവന്മാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തു. എല്ലാവരുമായിട്ട് തമ്മിൽ എൻ്റെ ചാച്ചനായിരുന്നു കൂടുതൽ നിർബന്ധം. ചാച്ചൻ ഈ കാര്യങ്ങൾ ഞങ്ങൾ സാമ്പത്തികമായി വളരെ താഴെയാണെന്നുള്ള വിവരം ഇവരെ അറിയിച്ചു. അതനുസരിച്ച് അവരുടെ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. അതിന് ശേഷമാണ് ഈ കല്യാണത്തെപ്പറ്റി കൂടുതൽ ആലോചിച്ചതും പിന്നെയാണ് ഇതിനെപ്പറ്റിയുള്ള ആലോചനകൾ അന്ന് കല്യാണത്തിലേക്ക് നീങ്ങുന്നതും. പിന്നെ ഞങ്ങൾ കല്യാണം അങ്ങനെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. വരുമ്പോൾ 2 പെങ്ങന്മാരുണ്ടായിരുന്നു വീട്ടിൽ. അതിലൊരാളെ ഞങ്ങൾ 1 വർഷത്തിനുള്ളിൽ തന്നെ കെട്ടിച്ചു വിട്ടു. അടുത്തയാൾ പഠിച്ചുകൊണ്ടിരിക്കുക 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ വരുന്നത്. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. അവൾ പഠിപ്പിച്ച് കോഴിക്കോട്ടായിരുന്നു പഠിപ്പിച്ച്, കോഴിക്കോട് പഠിച്ച് അവൾക്കും ജോലി കിട്ടി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു മിലിറ്ററിക്കാരനെ കൊണ്ട് എംപ്ലോയി ഒരാളെ കൊണ്ട് കെട്ടിച്ചു വിട്ടു. അങ്ങനെ എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പൈസ സാമ്പത്തികപരമായ കാര്യങ്ങളോ പിന്നെ ഞങ്ങൾ ചോദിക്കും എല്ലാ കാര്യം പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു തീരുമാനങ്ങളോ ഒരു കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കാര്യം കൊണ്ട് എന്നോടും പറയും, ഞാനും പറയും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു വിഷമമില്ലാതെ ഞങ്ങൾ സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം നടത്തി അവരെ കെട്ടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട് വെച്ചു. ചെറിയ വീടായിരുന്നു ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന വീട്. കഴിഞ്ഞ് വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വീട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ഞങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ലത് തന്നെ സന്തോഷത്തിന് ഞങ്ങൾ ജീവിച്ചു. കല്യാണം കഴിഞ്ഞ സമയത്ത് ചാച്ചൻ സുഖമില്ലായിരുന്നു. ഈ കഴിക്കുന്ന സമയത്ത് ചാച്ചൻ അന്ന് തീർത്ത് കടപ്പിൽ തന്നെ പറയാം, ഒന്നും പള്ളിയിൽ പോകണമെങ്കിലും എവിടെ പോകണമെങ്കിലും താങ്ങി പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട് പണി തുടങ്ങി. ആ വീട് മെയ് മാസം ആകുമ്പോഴേക്കും ഞങ്ങൾ കയറി താമസിച്ചു. പിന്നെ 6 മാസം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ആ വാർഷികത്തിൻ്റെ ആ സമയത്ത് പെങ്ങളുടെ കല്യാണം നടത്തി. ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. പിന്നെ ആ സമയങ്ങളിലാണ് ചാച്ചനാണെങ്കിൽ തീർത്ത് കിടപ്പിലായ സമയത്ത് നന്നായിട്ട് മരുന്നും ചികിത്സ ഇതൊക്കെ വേണം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 2 പേരും കൂടി തീരുമാനിച്ച് ഉറച്ച് കാര്യങ്ങൾ ഭംഗിയാക്കി നടത്തിയത്. വത്സയുടെ പൂർണ്ണ പിന്തുണയുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇത്രയും ഭംഗിയാക്കി നടത്താൻ സാധിച്ചത്. എൻ്റെ പേര് നിതിൻ. എനിക്കൊരു ചേച്ചിയുണ്ട്, പേര് നീത ജോജി. മാനന്തവാടി രൂപതയിലെ നടവേൽ ഇടവകയിലാണ് കെട്ടിച്ചിരിക്കുന്നത്. ചേച്ചിക്ക് ഇപ്പോൾ 2 കുട്ടികളുണ്ട്. കുടുംബജീവിതത്തെപ്പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം മാതൃകാരി ഞങ്ങളുടെ പപ്പയും അമ്മയുമാണ്. അവരുടെ ആ ഒരു സ്നേഹവും ബഹുമാനവും നിസ്വാർത്ഥമായ സഹകരണവും കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലുമുള്ള അവരുടെ ആ ഒരു സഹകരണം അത് ഞങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കിയിരിക്കുന്നത് മാത്രമാണ്. ഇപ്പോഴാണെങ്കിൽ പപ്പ റിട്ടയർ ചെയ്തിരിക്കുന്നു. മമ്മിക്ക് ഇനി 1 വർഷം കൂടെ സർവീസുണ്ട്. എനിക്കും ചെറിയൊരു ജോലിയുണ്ട്.
ഞാനും മമ്മിയും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒരുമിച്ച് കഴിച്ച് ഞങ്ങൾ ജോലിക്ക് പോകും. കുറച്ച് അല്പസമയത്തിന് ശേഷം പപ്പ പറമ്പിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ സമാധാനമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 1984 കട്ടിപ്പാറ ഹോളി ഫാമിലി ഹൈസ്കൂളിൽ മലയാളാധ്യാപകനായിട്ട് ചേർന്നു. മലയാളാധ്യാപകനായിട്ട് ചേർന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരെ ഉള്ളതുകൊണ്ട് പല ദിവസവും എൻ്റെ ഒരു ബന്ധുവീട്ടിൽ അവിടെ താമസിക്കുകയായിരുന്നു. അതുകൊണ്ട് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഇഷ്ടംപോലെ സമയമുണ്ട്. അങ്ങനെ അധ്യാപകരായ സുഹൃത്തുക്കളും മറ്റ് ഓഫീസ് സ്റ്റാഫും എല്ലാമായിട്ട് വളരെ സന്തോഷകരമായിട്ട് പല വർത്തമാനങ്ങൾ പറഞ്ഞും ഒക്കെ ആയിട്ട് അവിടെ സമയം ചിലവഴിക്കലുണ്ട്. അങ്ങനെ ഈ സെബാസ്റ്റ്യൻ, ഓഫീസിലെ പ്യൂണായിരുന്ന സെബാസ്റ്റ്യൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. മാത്രമല്ല സെബാസ്റ്റ്യന് നല്ലൊരു പെരുമാറ്റമൊക്കെ ആയതുകൊണ്ട് ഏത് കാര്യങ്ങൾക്കും സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്നത് സെബാസ്റ്റ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു സുഹൃത്ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒക്കെ ആയിട്ടാണെങ്കിലും നല്ലൊരു സൗഹൃദത്തിലായിരുന്നു. അങ്ങനെ അവിടെ നീഡിൽ വർക്കിൻ്റെ ടീച്ചറായിരുന്ന വത്സമ്മ ടീച്ചറും ഒക്കെ ആയിട്ട് ഞാനും സഹപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പോൾ സെബാസ്റ്റ്യന് കല്യാണാലോചന നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ 1-2 സ്ഥലത്തൊക്കെ സെബാസ്റ്റ്യൻ പെണ്ണ് കാണലിന് വേണ്ടി പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ 1-2 പേരിങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കൊരു പുതിയൊരു ഐഡിയ തോന്നി. കാരണം ഈ വത്സമ്മ ടീച്ചറും സെബാസ്റ്റ്യനും ആയിട്ടുള്ള ഒരു വിവാഹം എന്ന് ഞങ്ങൾ അത് മറ്റാരുടെയും പ്രേരണ കൊണ്ടല്ല, ഞങ്ങളുടെ ഒരു തോന്നലാണ്. അപ്പോൾ ഞാനൊരു ദിവസം സെബാസ്റ്റ്യനോട് സംസാരിച്ചു, അല്ല സെബാസ്റ്റ്യൻ, നമുക്ക് ഇങ്ങനെ വത്സമ്മ ടീച്ചറുമായിട്ടൊരു കല്യാണത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ചാലെന്താ? അപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞ്, ഞാൻ എൻ്റെ തസ്തികയൊക്കെ താഴ്ന്നതാണല്ലോ, ഇപ്പോൾ ടീച്ചറുമായിട്ടൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞ് സെബാസ്റ്റ്യൻ അതിനകത്ത് ഖേദിക്കൊന്നും വേണ്ട, ഞാൻ തന്നെ സംസാരിച്ചോളാം. അങ്ങനെ ഞാനൊരു ദിവസം ടീച്ചറെ കാണുന്നു. അപ്പം ഞാൻ ടീച്ചറോട് ഈ കാര്യം സൂചിപ്പിക്കുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞ്, എനിക്ക് സെബാസ്റ്റ്യനെ അറിയാം, ഏതായാലും ഞാൻ വീട്ടിലൊന്ന് ബന്ധുക്കളായിക്കട്ടെ ഒന്ന് ആലോചിക്കട്ടെ 2-3 ദിവസം, അത് കഴിഞ്ഞ് ഞാൻ സാറോട് മറുപടി പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4-5 ദിവസം, ഏകദേശം ഒരാഴ്ചയോളം കടന്നുപോയി. അത് കഴിഞ്ഞ് ടീച്ചർ ഒരു ദിവസം വൈകുന്നേരം എന്നോട് പറഞ്ഞു, സാറേ, അന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് നമുക്ക് ഗൗരവത്തിലെടുക്കാമെന്നാണ് തോന്നുന്നത്. മാത്രമല്ല വീട്ടിലും ആർക്കും വലിയ കാര്യമായ എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രായോഗിക ജ്ഞാനം വെച്ച് ഞാൻ പറഞ്ഞു, ടീച്ചറെ ആലോചിക്കണം, കാരണം വത്സമ്മ ടീച്ചറാണ്, സെബാസ്റ്റ്യനെ സംബന്ധിച്ച് ഓഫീസിലെ പ്യൂണാണ്. അപ്പോൾ ആ തസ്തിക തമ്മിൽ അന്തരമുണ്ട്. അത് നമ്മുടെ ഒരു സാമൂഹിക ക്രമാനുസരിച്ച് ഒന്നുകിൽ തുല്യ തസ്തിക പുരുഷനും സ്ത്രീയും, അല്ലെങ്കിൽ പുരുഷൻ ഒരല്പം ഉയർന്ന തസ്തിക എന്നൊക്കെയാണല്ലോ. അപ്പോൾ സെബാസ്റ്റ്യനെ സംബന്ധിച്ച് ഇപ്പോൾ പ്യൂണാണെങ്കിലും നാളെ സെബാസ്റ്റ്യൻ ക്ലർക്കായിട്ട് വരും. അതുപോലെ ഇപ്പോൾ ഉയർച്ചയുടേതായ പടവുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് ടീച്ചറായി നിന്നാൽ മതിയെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറ് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു, ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊരു നല്ല കാര്യമാണല്ലോ, നമുക്ക് മുമ്പോട്ട് നീങ്ങാം. അങ്ങനെ ഞാനൊരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി ഞാൻ കൂരാച്ചുണ്ടിലിറങ്ങി വത്സമ്മ ടീച്ചറിൻ്റെ ബന്ധുക്കളുമായിട്ട് കണ്ട് സംസാരിച്ചു. അതുപോലെ തന്നെ ഞാൻ കട്ടിപ്പാറ നിൽക്കുന്ന ഒരു ദിവസം സെബാസ്റ്റ്യൻ്റെ ചാച്ചനും അമ്മയൊക്കെ ആയിട്ടും സംസാരിച്ചു. ഇത്രയും മാത്രമേ ഈ വിവാഹത്തിൽ എനിക്ക് പങ്കുള്ളൂ. 1996 കട്ടിപ്പാറ സ്കൂളിൽ നിന്നും ഞാൻ ട്രാൻസ്ഫറായി കൊളത്തൂരിലേക്ക് വന്നു. പിന്നീടും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. സെബാസ്റ്റ്യൻ്റെ മകളുടെ വിവാഹം, സെൻഡ് ഓഫ്, ഇതിലൊക്കെ എന്നെ ക്ഷണിക്കുകയും ഞാൻ എത്തിച്ചേരുകയും ചെയ്തു. മാത്രമല്ല ഞാനിപ്പോൾ അവരുടെ ആ ജീവിതത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ സംതൃപ്തനാണ്. കാരണം ഒരു നല്ല കാര്യം ചെയ്യാൻ സാധിച്ചല്ലോ. അവരുടെ ആ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള അവരുടെ ഉയർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്കിപ്പോൾ തികഞ്ഞ സംതൃപ്തി അനുഭവപ്പെടുന്നത്. കാരണം ഞാൻ തുടങ്ങിയ ഒരു കാര്യം അത് വളരെ സക്സസ് ആയി തീർന്നല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സംതൃപ്തി എനിക്കിപ്പോഴുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് രൂപപ്പെടുത്തിയ കുടുംബങ്ങളെ
അവിടുന്ന് കൃപയാൽ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള നല്ല കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്ന മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധീകരിക്കുവാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചു നിന്റെ കുടുംബത്തെ. പതിയും പത്നിയും ഒന്നിച്ചു ചേർന്ന് തിരുഹിതം നിറവേറ്റിടണം. വിശുദ്ധീകരിക്കുവാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചു നിന്റെ കുടുംബത്തെ. പതിയും പത്നിയും ഒന്നിച്ചു ചേർന്ന് തിരുഹിതം നിറവേറ്റിടണം.